അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വെല്ലുവിളികളെ അതിജീവിച്ച് അത്ഭുതകരമായ തിരിച്ചുവരവ് നടത്തിയ പല കളിക്കാരുമുണ്ട്. ഗ്രെയിം സ്മിത്ത് ഒരു കൈകൊണ്ട് ബാറ്റ് ചെയ്തതും യുവരാജ് ക്യാൻസറിനെ തോൽപ്പിച്ച് തിരിച്ചെത്തിയതുമൊക്കെ നമുക്ക് അറിയാവുന്ന സംഭവങ്ങളാണ്. പക്ഷേ നിങ്ങളിൽ പലരും ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരം ഹാരി ലീയുടെ വിചിത്രമായ കഥ കേൾക്കാൻ ഇടയായിട്ടില്ലായിരിക്കും. ആ കഥ കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയും സംഭവിക്കാമോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. കാരണം മരിച്ച് 15 വർഷത്തിന് ശേഷമാണ് ഹാരി ലീ ടെസ്റ്റ് അരങ്ങേറ്റം കുറിക്കുന്നത്. മരിച്ച് 15 വർഷത്തിന് ശേഷം എങ്ങനെയാണ് ഒരാൾ അരങ്ങേറ്റം കുറിക്കുന്നത്? ആ കഥ അറിയണമെങ്കിൽ 1915 പോകണം. ഒന്നാം ലോക മഹായുദ്ധം യൂറോപ്യൻ രാഷ്ട്രങ്ങളെ തളർത്തിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അത്. ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലായി മരിച്ചു വീണത്. അങ്ങനെയുള്ള ഒരു യുദ്ധകാലമാണ് ഹാരി ലീ എന്ന മനുഷ്യന്റെ കഥ മാറ്റിമറിച്ചതെന്ന് പറയാം. കുടുംബത്തിലെ മൂത്ത മകനായിരുന്നു ഹാരി ലീ. 1890 അദ്ദേഹത്തിന്റെ ജനനം. ചെറുപ്പം മുതലേ ക്രിക്കറ്റിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു ഹാരി ലീക്ക്. മിഡിൽസെക്സ് കൗണ്ടി ക്രിക്കറ്റിൽ കളിക്കാൻ അദ്ദേഹം ഒരുപാടായി ആഗ്രഹിച്ചു. തനിക്ക് ടീമിന്റെ ഭാഗമായി എന്തെങ്കിലും ജോലി തരണമേ എന്നാവശ്യപ്പെട്ട് അദ്ദേഹം നിരന്തരമായി കത്തുകൾ എഴുതുമായിരുന്നു. എന്തായാലും കത്തുകളൊക്കെ ശ്രദ്ധിച്ചതുകൊണ്ടാവണം ക്ലബ്ബ് അദ്ദേഹത്തെ ഗ്രൗണ്ട് സ്റ്റാഫായി നിയമിച്ചു. അവിടം കൊണ്ടും ഹാരി ലീ നിർത്തിയില്ല. നന്നായി കഠിനാധ്വാനം ചെയ്തു. ഒടുവിൽ ക്ലബിന്റെ അണ്ടർ-19 ടീമിൽ അദ്ദേഹം ഇടം നേടുകയും ചെയ്തു. 1914 ടീമിന്റെ സ്ഥിര അംഗവുമായി. അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ നന്നായി പോകുന്ന സമയത്തായിരുന്നു ലോകമഹായുദ്ധം ആരംഭിച്ചത്. 1914 യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ബ്രിട്ടൻ തങ്ങളുടെ രാജ്യത്തെ യുവപൗരന്മാരോട് സൈന്യത്തിൽ ചേരാനും രാജ്യത്തെ നിർബന്ധമായി സേവിക്കാനും ആവശ്യപ്പെട്ടു. ബോംബ് സ്ഫോടനത്തിൽ വീട്ടിൽ നിന്ന് മരിക്കുന്നതിനേക്കാൾ വെടിയുണ്ടകളെ നേരിടാൻ ഇറങ്ങൂ എന്നുള്ളതായിരുന്നു ബ്രിട്ടൻ പറഞ്ഞ ആശയം. സൈനിക സേവനത്തിൽ ഒന്നും താല്പര്യമില്ലായിരുന്ന ഹാരി ലീ ആകട്ടെ ക്രിക്കറ്റിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അവസാനം നിർവാഹമില്ലാതെ വന്നപ്പോൾ ലീയും സൈന്യത്തിൽ ചേർന്നു. ലീയെ സൈന്യം അവരുടെ 13ാം ബറ്റാലിയനാണ് ഉൾപ്പെടുത്തിയത്. ശേഷം ജർമ്മൻ സൈന്യവുമായുള്ള ഒരു പോരാട്ടത്തിൽ ലീക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അന്നത്തെ പോരിൽ ഏകദേശം 499 ആളുകൾ മരിച്ചു എന്നുള്ളതാണ് കണക്ക്. അതിൽ പലരുടെ മൃതദേഹം പോലും കണ്ടെത്താനായില്ല. ലീ മരിച്ചുവെന്നാണ് അനുമാനിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാകട്ടെ ലീയുടെ ബഹുമാനാർത്ഥം ചടങ്ങുകൾ വരെ നടത്തി. എന്നിരുന്നാലും ട്വിസ്റ്റ് അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇടതുതൊടയിൽ വെടിയേറ്റെങ്കിലും ലീ മണ്ണിനടിയിൽ തന്നെ തുടർന്നു. സ്വന്തം നാടായ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അദ്ദേഹത്തിന് പേശിമരണം സംഭവിച്ചുവെന്നും ഒരു കാൽ മറ്റേ കാലിനേക്കാൾ നീളം കുറവായിരിക്കുമെന്നും ഡോക്ടർമാർ വിധി എഴുതി. എന്തായാലും മിഡിൽസെക്സ് ക്ലബ്ബ് ലീയെ ശരിക്കും പിന്തുണച്ചു. തങ്ങളുടെ ക്ലബ്ബിലെ മിടുക്കനായ താരത്തിന് ആരോഗ്യം വീണ്ടെടുക്കാനായുള്ള എല്ലാ അവസരങ്ങളും ക്ലബ്ബ് നൽകി. അതിനാൽ തന്നെ ഒരിക്കലും ക്രിക്കറ്റ് കളിക്കില്ല എന്ന് വിചാരിച്ചവരെ എല്ലാം എഴുതി തള്ളിക്കൊണ്ട് ലീ വീണ്ടും ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. അടുത്ത 15 വർഷം അദ്ദേഹം ആഭ്യന്തര സർക്യൂട്ടിൽ ശരിക്കും കഠിനാധ്വാനം ചെയ്തു. നന്നായി കളിക്കാൻ തുടങ്ങി. 1930 ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കൻ പര്യടനം നടത്തിയപ്പോൾ ഇംഗ്ലണ്ടിലെ പല താരങ്ങളെയും പരിക്ക് വല്ലാതെ ബാധിച്ചു. ആ സമയം പകരക്കാരെ തേടിയ ഇംഗ്ലണ്ടിന്റെ വെടി ഹാരി ലീയിലേക്ക് എത്തി. പരമ്പരയിലെ 3 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ട് 0-1 പിന്നിലായിരുന്നു. പരമ്പരയിലെ 4ാമത്തെ മത്സരത്തിൽ ഹാരി ലീക്ക് അവസരം നൽകാൻ അവർ തീരുമാനിച്ചു. ചുരുക്കി പറഞ്ഞാൽ മരിച്ചു എന്ന് വിധി എഴുതി 15 വർഷത്തിന് ശേഷം ലീക്ക് രാജ്യത്തെ പ്രതികരിക്കാനും ബാറ്റിംഗിൽ ഓപ്പണറാകാനും അവസരം കിട്ടി. 2 ഇന്നിംഗ്സിനുമായി കാര്യമായ പ്രകടനമൊന്നും താരത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പിന്നീട് ഒരു ടെസ്റ്റ് മത്സരം പോലും കളിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ ഇംഗ്ലണ്ടിനായി കളിക്കുക എന്ന ബാല്യകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് വിധിയെ തോൽപ്പിച്ചു തന്നെ.